അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് നാട്ടിലേക്ക് വരാണ്. അപ്പോൾ ഇത്ര ദിവസം ഇവിടെ അടിച്ചു പൊളിച്ചോ? നല്ല ജീവിതമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അടിച്ചു പൊളിച്ചു. കുറേ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ തട്ടിപ്പൊട്ടി കല്ലായിട്ടിരിക്കുന്നു പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലേ? ഉണ്ടായില്ലേ? ഇഷ്ടംപോലെ വഴക്കാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കൂട്ടുകൂടും. അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പോയി. പോകാനെല്ലാം റെഡിയായോ? പോകാനെല്ലാം റെഡിയായി. ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നെന്താ പരിപാടി അടുത്തത്? ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടി വരും. നമ്മൾ എയർപോർട്ടിൽ 1:30 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. എയർപോർട്ടിലേക്ക് പിന്നെ യാത്ര. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ എന്തായാലും ക്രിസ്മസ് തുടങ്ങിയോണ്ട് നമ്മൾ നോയമ്പാണ്. അപ്പോൾ ഇന്നുള്ളതെന്ന് വെച്ചാൽ മത്തങ്ങ പയറുകറി, വൻപയറുകറി കറി, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ. ഇതേ ഉള്ളൂ. നമ്മൾ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. നോൺ വെജ് ഇല്ല, നോമ്പായതുകൊണ്ട് കേട്ടോ. അപ്പോൾ നോമ്പാണ്. അടുത്ത ദിവസം വെജ് നോൺ വെജ് ഒക്കെ കഴിച്ച് നല്ല അടിച്ചു പൊളിച്ചൊക്കെ ചെയ്തു. 45 ദിവസം കൂടെ അടിച്ചു പൊളിക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നോമ്പ് ഒടിഞ്ഞത് കൊണ്ട് മത്തങ്ങയും പയറും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നോമ്പാണ്, നമുക്ക് 20 ദിവസം നോമ്പാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസത്തിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് ഏറ്റു പറയും. അവിടുന്ന് മഹാമാരി ഐസിഎൽ പുസ്തകങ്ങളുടെ വായന, അധ്യായം 37, വാക്യങ്ങൾ 11 മുതൽ. അവിടുന്ന് എന്നോട് അപ്പോൾ നിങ്ങൾ അറിയും, കർത്താവ് അരുളി ചെയ്യുന്നു, നമ്മുടെ കർത്താവായ ശിംശയ്ക്ക് സ്തുതി. യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ദീപുട്ടിയുടെ അടുത്ത് നിന്ന് നാട്ടിലേക്ക് പോവാണ്. പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട്. പിള്ളേരെ കാണുമ്പോൾ നാട്ടിലേക്ക് എത്തും. അടുത്ത മാസം നാട്ടിലേക്ക് ഞാൻ ജനുവരിയിൽ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പൊ നമുക്ക് ജനുവരി വരുമ്പോൾ കാണാം. പിന്നെ ഇപ്പം എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഞാനിപ്പം ഡ്യൂട്ടിക്ക് പോകും. എനിക്ക് ഹാഫ് ഡേ ഉണ്ട് ഇന്ന് ഈവനിങ്. പിന്നെ ഋഷി കൊണ്ടാക്കും. ഋഷി നമ്മുടെ ഫ്രണ്ടാണ്. ഋഷി വരാന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ്. അപ്പൊ എല്ലാവർക്കും ഈ UK നിന്നുള്ള ഈ വീഡിയോ കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ നാട്ടിൽ നിന്നായിരിക്കും വീഡിയോസ് വരുന്നത്. പക്ഷേ UK വീഡിയോസ് നാട്ടിൽ നിന്ന് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ്. കാരണം ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നാട്ടിൽ നിന്നായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കിടില വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ UK വന്നിട്ട് വീഡിയോ എടുക്കും 4 മാസത്തിന് ശേഷം അല്ലേ. 4 മാസത്തിന് ശേഷം വീണ്ടും UK വന്നിട്ട് ദൈവകരം കൊണ്ട് കാര്യങ്ങൾ സെറ്റായി നമ്മളിവിടെ തുടങ്ങും. അതേമാതിരി തന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് വണ്ടികൾ ഇത്ര ഇതായിട്ട് ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുന്നിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര മഴയുണ്ട്, അത്യാവശ്യം മഴയുണ്ട്. പിന്നെ ഐസിൻ്റെ ഇതുള്ളതുകൊണ്ടൊക്കെ ചവിട്ടിയൊക്കെ ഇട്ട് അത് സ്കിഡിങ് ഒക്കെ ഉണ്ടാവും, ഭയങ്കര ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഒത്തിരി ദൂരത്തിൽ വണ്ടികൾ ബ്ലോക്കായി കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യും. പിന്നെ ആക്സിഡൻറ്റ് ആയതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വണ്ടി കടത്തിയുള്ളൂ. നമ്മുടെ നാട്ടിൽ സൈഡിൽ കൂടെ പോകാനൊന്നുള്ള അവസരമൊന്നുമില്ല. വളരെ ഇതാണ്. ഞാനിവിടെ വന്നിട്ട് ഋഷി 1.5 മാസത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു ആക്സിഡൻറ്റ് കാണുന്നത്. കാരണം നമ്മൾ കണ്ടില്ല, വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ എല്ലാം റോഡ് ക്ലോസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ മരണം കാര്യങ്ങൾ അങ്ങനെയൊന്നും ഒരു സ്പീഡ് ക്യാമറ കണ്ടിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഇത് എടുക്കാൻ പാടില്ലെന്ന് വെച്ചിട്ട് ഋഷി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിചാരിച്ച് കട്ട് ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ചില നിയമങ്ങളുണ്ട്, ചില വീഡിയോസ് എടുക്കാൻ പാടില്ല നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ലേഡീസ് പോകുന്നത് അങ്ങനെയൊക്കെ പേഴ്സണൽ അങ്ങനെയൊക്കെ എടുത്ത് അവർ പ്രൈവസീനെ ശല്യം ചെയ്ത രീതിയിലൊന്നും വീഡിയോസ് എടുക്കാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു അതൊക്കെ ഇല്ലേ. വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ വരാൻ പാടില്ല. അതെ, വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ വരാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറേ റൂൾസുകളുണ്ട്. പക്ഷെ അതൊക്കെ നല്ല റൂൾസാണ്. ഇപ്പം ഞാൻ ഇന്നാളെ ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരു 2 ഡോഗിനെ കൊണ്ടുവന്നിട്ട് പെറ്റ് ഡോഗായിട്ട് കളിക്കാൻ വന്നൊരു 2 ആൾക്കാരായിരുന്നു, ഫാമിലി ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ക്യാമറ മാറ്റി പിടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓരോ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ഇഷ്ടമായി. അത് അവർ നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവരത് പറയുന്നത് ശരിയാണ്. കാരണം അവർ പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പാടില്ല. അതൊക്കെ നല്ല നിയമങ്ങളാണ്. ഇതിപ്പോൾ നല്ല മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. വണ്ടിയിൽ നല്ല ഹീറ്ററൊക്കെ ഇട്ടിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോസൊക്കെ മങ്ങലായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പുറത്തെ അന്തരീക്ഷം അത്രയ്ക്ക് ഇതാണ്. സ്നോയും ഈ പറഞ്ഞ മഴയും ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ സമയം 3 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഒരു 6 മണിയായ പ്രകൃതല്ലേ. അങ്ങനെയാണല്ലേ നാട്ടിലല്ലേ.
പെട്ടെന്ന് ഇരുട്ടും. അപ്പോൾ അങ്ങനത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താണെന്ന് വെച്ചാലേ ഇതിപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ യാത്രയിലേക്ക് ചർച്ച ചെയ്യാനൊരു സമയമുണ്ട്. കാരണം വെച്ചാൽ 2 മണിക്കൂർ സമയമുണ്ട് ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്താനായിട്ട്. അല്ല ഋഷി അങ്ങനെയല്ലേ? ഇപ്പോൾ ഋഷിയായിട്ട് ആദ്യമായിട്ടാണ് ഫോണിൽ കൂടെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ടാണ് ഋഷിനെ വിളിക്കുന്നത്, ഋഷിയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഋഷി 2 വർഷത്തോളമായി അല്ലേ ഋഷിയുടെ? ഋഷി 2 വർഷത്തോളമായി വൈഫോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇവിടെ കുറേ നിയമങ്ങൾ നമ്മൾ അറിയാത്ത നിയമങ്ങളുണ്ട്. UK വന്ന ഭയങ്കര സുഖമാണെന്ന്, എല്ലാ കാര്യങ്ങളും സുഖമാണ് കാര്യങ്ങളാണ്. പക്ഷേ മൈനസ് പോയിന്റ് പ്ലസ് പോയിന്റും ഉണ്ട് അല്ലേ ഋഷി? അതായത് ഏത് കാര്യത്തിനും മൈനസ് പ്ലസ് എന്ന് പറയുന്ന മാതിരി തന്നെ നമുക്ക് നല്ല കാര്യങ്ങളുണ്ട്, എന്നാൽ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ ചിരിക്കാൻ അറിയാത്ത ആൾക്കാർ UK വരരുത് ഞാൻ പറയുള്ളൂ അല്ലേ ഋഷിക്ക് എന്താ അഭിപ്രായം? അത് ശരിയാണോ? തീർച്ചയായിട്ടും. ഞങ്ങൾ എയർപോർട്ട് എത്തി, ടെർമിനൽ 4 ഇവിടെ എത്തി. എയർപോർട്ട് ഉള്ളിൽ കയറാമാണ്. ഹിത്രൂ എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത്. ഹിത്രൂ എന്നല്ലേ പറയുന്നത്? ഹിത്രൂ എന്നാണ് എയർപോർട്ടിൻ്റെ പേര്. ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഡോർജസ്ട്രിയിൽ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ പിന്നെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് അല്ലേ ഒന്ന് പോന്നപ്പോൾ വലിയ കാര്യമായിട്ട് അറിഞ്ഞില്ല, ഒരു ലാഗില്ലാതെ ഇങ്ങനെ പോകുമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും. അവിടെ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:10 അല്ലേ? 4:12 ആയിട്ടുള്ളൂ. പക്ഷേ വൈകിട്ട് ഒരു 6 മണി 6:30 ഒരു പ്രകൃതിയായി, കാരണം ഇരുട്ടായി തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി, ക്യൂ നിൽക്കുകയാണ്. ഓക്കെ, ഹീത്രൂ എയർപോർട്ടിലാണ്, ഖത്തർ എയർവേസിനാണ് വരുന്നത്. നമ്മൾ പോകുന്നത്. ഈ മെഷീനിൽ നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ കയറി പോകാം. ബോർഡിംഗ് പാസ് കിട്ടി, ഉള്ളിൽ കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഉറക്കം തന്നെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രാവലിങ് ലോങ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് വന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഇവിടെ ഫ്ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ ബോർഡിംഗ് പാസ് മേടിച്ച് കയറ്റി തുടങ്ങി. അപ്പോൾ സോൺ ഫസ്റ്റ് സെക്കൻഡാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ 4 വെയിറ്റിങ്ങിലാണ്. We wish you a very safe and pleasant journey for the remainder of your travel itinerary. On behalf of the entire crew. ഇത് ഖത്തർ എയർപോർട്ടാണ്. ഇതാണ് ഗേറ്റ് നമ്പർ 88ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സുന്ദരിക്കുട്ടി ഇവിടെ ഉണ്ട്, മച്ചാനോടെ ഉണ്ട്, അതിൽ വലിയ സുന്ദരി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പുറത്തേക്ക് പൊതിച്ച് സെറ്റാക്കി നീയല്ലേ പറയണേ ഞാൻ വീഡിയോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ എത്തി. ഭക്ഷണം കഴിക്കാൻ പോവാണ്. കുളിച്ച് ഫ്രഷായി നല്ല ഇതായിട്ട് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ പൊള്ളിച്ചത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബീഫ് കാര്യങ്ങളൊക്കെ ഫ്രൈ ആക്കി നല്ല ഡ്രൈ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ബീഫ് നല്ല മണം വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത്. പിന്നെ അതേമാതിരി തന്നെ നല്ല കുറുമക്കറി, അതേമാതിരി ചപ്പാത്തി, മാതനാരങ്ങ, സലാഡ്, ബീഫ് കറി ഇതൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബീഫ് 2 കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇല്ല, നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പൊളിച്ചു. തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വരട്ടി വെച്ചത്.
ആരും അപ്പൊ എന്ത് വിചാരിച്ച് നീ എന്ത് വിചാരിച്ച അപ്പഴ മക്കൾ എവിടെയായിരുന്നു അപ്പൊ എവിടെയായിരുന്നു രാവിലെ പറയാൻ വിളിക്കാന്ന് വിചാരിച്ചേ ഭക്ഷണം കഴിച്ച് ബീഫായി ആരും നോക്കണ്ടോ നോക്കണ്ട ഷോളൊന്നുമില്ല ഇതെല്ലാം കഴിച്ചില്ല യു കെ നാട്ടിലെത്തി. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യു കെന്ന് പോയപ്പോൾ നമുക്ക് നോമ്പായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ സഹായിച്ചിരിക്കുന്ന കുട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3:30 ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ മൊബൈൽ ചാർജ് തീർന്നു, പവർ ബാങ്ക് ചാർജ് തീർന്നു. ഒത്തിരി വീഡിയോസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് വിളിക്കാനും പറ്റിയില്ലായിരുന്നു. അപ്പോൾ എപ്പോൾ എത്തുന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം എനിക്ക് 3:30 ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് 4:30 ഞാൻ പുറത്തിറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൂടെ വന്ന ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു കണ്ണൂക്കാരി ചേച്ചി ഉണ്ടായിരുന്നു, ആ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ ഹസ്ബൻഡ് വന്നു, അവരെ കൂടെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരി ഒരു കൊച്ചുണ്ടായിരുന്നു, യു കെയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരാൾ ജർമ്മനിൽ, ഒരാൾ യു കെയിൽ വർക്ക് ചെയ്യുന്നതാണ്. സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു സർപ്രൈസ് കൊടുത്തിട്ടാണ് ആ കുട്ടി വന്നത്. കാരണം വീട്ടിൽ ചേട്ടനോട് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, 2 വർഷത്തിൽ വന്നതായിരുന്നു. സർപ്രൈസ് കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ചേട്ടൻ എയർപോർട്ടിൽ വരുന്നു പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ കൂടെ ആ കുട്ടീനെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ബാബു, നമ്മുടെ KK ഇന്ത്യ സൊല്യൂഷൻസിൻ്റെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ബാബു വർക്ക് ചെയ്യുന്ന ബാബു എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ് കിടന്നിരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ വണ്ടി എടുക്കാൻ എന്നെ അവിടെ നിന്ന് കൊണ്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തൃശ്ശൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീറ്റിംഗ് കയറി, 6 മണിക്ക് മീറ്റിംഗ് കയറി. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിറങ്ങിയപ്പോൾ 9 മണിയായി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയപ്പോൾ രാത്രി 10:30, 10:45. അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ വന്ന് കയറിയപ്പോൾ ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സൗണ്ട് കുറച്ച് പറഞ്ഞു വെച്ചാൽ മക്കൾ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട് റൂമിൽ. അപ്പോൾ അവരുടെ ഒച്ച കേൾപ്പിക്കാതെ അവർക്ക് സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് വന്നപ്പോൾ. നല്ല വിശപ്പൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബീഫ് റോസ്റ്റ്, തേങ്ങ വറ്റിയതും, പിന്നെ മീൻ പൊള്ളിച്ചത്, വാള പൊള്ളിച്ചത്, അങ്ങനെ പിന്നെ മാതൃനാരങ്ങ, ബീഫ് കറി, ചപ്പാത്തി, റൈസ്, സലാഡ്, കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നോമ്പ് ഇവിടെ വന്നപ്പോൾ വീടേണ്ട വന്നു. കാരണം വെച്ചാൽ തൽക്കാലത്തേക്ക് നമ്മൾ വരുന്നത് എന്ന് കരുതിയിട്ട് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ കഴിച്ചില്ലെങ്കിൽ അതൊരു വിഷമമാണ്. എല്ലാം മീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോമ്പ് ഇവിടെ വന്നിട്ട് അന്ന് നോമ്പ് എടുത്തില്ല. അന്നത്തെ ഒരു നോമ്പ് ഒഴിവാക്കി പിറ്റേ ദിവസം മുതൽ വീണ്ടും നോമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ആണ് ആ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ നോമ്പാണെന്നാണ് പറഞ്ഞത്, ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചത്. കഴിക്കാണ്ടിരുന്നത് വിഷമാവും. അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളും വിശേഷങ്ങളും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ വന്നപ്പോൾ നമ്മൾ കണ്ടത് ഹോങ്കോങ്ങിലുള്ള ഒരു യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. ഒരു ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പോൾ അവരൊരുമിച്ചുള്ള ഫോട്ടോസാണ് നമ്മൾ കണ്ടത്. പിന്നെ സെക്കൻഡ് ഫ്ലൈറ്റിൽ വന്നപ്പോഴാണ് നമ്മുടെ നാട്ടുകാർ, കേരളീയരായ ജർമ്മനിൽ വർക്ക് ചെയ്യുന്ന ആളും നമ്മുടെ യു കെയിൽ വർക്ക് ചെയ്യുന്ന കുട്ടീനെയാണ്. ഫ്ലൈറ്റിൽ 6 മണിക്കൂർ അടിച്ചു പൊളിച്ച്, 6.5 മണിക്കൂറോളം അടിച്ചു പൊളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോന്നു. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പിള്ളേരായിട്ടുള്ള കാര്യങ്ങളാണ്. പിള്ളേർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ കിടന്ന് ഉറങ്ങി. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുട്ടി പോയിട്ട് അവരെ വിളിച്ചിട്ട് പപ്പ വന്നു തോന്നുന്നതെന്ന് പറഞ്ഞ് വിളിച്ച് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ, അവർ സന്തോഷങ്ങളാണ് ഞങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോയി കിടക്കാതെ പുറത്ത് മാറി കിടന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോസും മറ്റുള്ള വീഡിയോസും ഉണ്ട്. യു കെയിൽ ഒരുപാട് വീഡിയോസ് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോസും അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. പെട്ടി പൊട്ടിക്കുന്നതിന് വലിയൊരു വെറൈറ്റിയായ സംഭവം ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു സാധനം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു കിടിലൻ സംഭവമായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ചോദിച്ചത്. അതൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളിവിടെ എത്തി, പിള്ളേർക്ക് സർപ്രൈസ് കൊടുത്തു.
പിള്ളേർക്ക് പെട്ടെന്ന് ബേത്ത് കയറി കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സാറക്കുട്ടി ഷാനുമോൻ ഇവിടെ ഉണ്ട്. ഷോണുമോൻ പള്ളിയിൽ പോയി, രാവിലെ പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പോയി. അപ്പോൾ അങ്ങനെ ആണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായോ? ആരാ വന്നേ? പപ്പ വന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.